ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് പലർക്കും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അല്ലേ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കടങ്ങൾ വീടാൻ എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയാൻ പോകുന്ന ദുആ ചെയ്താൽ തീർച്ചയായും കടം വീടിക്കിട്ടും. എത്ര കടം ഉണ്ടായാലും ഈ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നീങ്ങിക്കിട്ടും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. എത്ര കടമുണ്ടെങ്കിലും ഈ ദുആ മുടങ്ങാതെ ചൊല്ലി വരുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗം അല്ലാഹു തആല തുറന്നു തരും. അശുദ്ധിയുള്ള സമയത്തും സ്ത്രീകൾക്ക് ഈ ദുആ ചൊല്ലാം. തൻ്റെ ഭർത്താവിന് വേണ്ടി, ഭാര്യ, മക്കൾക്ക് എല്ലാവർക്കും ഇത് പതിവാക്കാം. അലി റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ടിൽ ചെയ്യുന്ന ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലിയെ, ചില വാചകങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ആ വാചകങ്ങൾ ജുമുഅക്ക് ദിവസം 70 തവണയും ശേഷം വരുന്ന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണയും പതിവാക്കി ചൊല്ലിയാൽ ഉഹദ് പർവ്വതത്തിന് സമാനമായ കടം ഉണ്ടെങ്കിലും എല്ലാം അല്ലാഹു നിങ്ങൾക്ക് വീട്ടിത്തരും. അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വ അഖ്നിനി ബിഫളിക അമ്മൻ സിവാക്. അർത്ഥം തായിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഈ ദുആ വെള്ളിയാഴ്ചയായാൽ ജുമുഅക്ക് ശേഷം 70 തവണ ചൊല്ലുക. പിന്നെ വരുന്ന ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണ വീതം അടുത്ത വെള്ളിയാഴ്ചയാകുന്നത് വരെ ചൊല്ലുക. അടുത്ത വെള്ളിയാഴ്ചയായാൽ ജുമുഅക്ക് ശേഷം മേൽപ്പറഞ്ഞ ദുആ 70 തവണ ചൊല്ലുക. ശേഷം സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം 7 തവണ ചൊല്ലുക. ഈ രൂപത്തിൽ എല്ലാ ആഴ്ചയിലും നാം ചെയ്തു വന്നാൽ കടം തകർന്നടിയും. എല്ലാ കടങ്ങളും വീട്ടാനുള്ള മാർഗങ്ങൾ അല്ലാഹു തുറന്നു തരും. ഇൻഷാ അല്ലാഹ് ഇത് ചെയ്തു വരുന്നതിലൂടെ അല്ലാഹു തആല നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരട്ടെ. ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.